ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റെസിപ്പിയല്ല. പലരും പല കുറേ പ്രാവശ്യങ്ങളായിട്ട് നമ്മളോട് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതും ഞാൻ കമൻറ്റിലൂടെ ആൻസർ നൽകിയിട്ടുള്ളതുമായിട്ടുള്ളൊരു കാര്യമാണ് എങ്ങനെയാണ് തേങ്ങാപ്പാൽ എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിരുന്നു ഓണത്തിന് മുന്നേ ആയിട്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കുന്നൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് തേങ്ങാപ്പാൽ എടുക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് നമ്മളിപ്പോൾ ഒരു തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർക്കേണ്ടത് ഒരു 1/2 കപ്പ് വെള്ളമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നാം പാൽ വേണ്ടത് 1/4 കപ്പാണ്. അപ്പോൾ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഞാൻ ഒന്നാം പാൽ എടുക്കുന്നത്. ഒരുപാട് പാൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് തേങ്ങയുടെ എണ്ണം കൂട്ടുക കേട്ടോ. അപ്പോൾ ഒരു കൂടുതൽ പേർക്ക് 8-9 പേർക്കൊക്കെ പായസം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 2 തേങ്ങ വേണ്ടി വരും. ഇതൊരു 4 പേർക്ക് പായസം ഉണ്ടാക്കാനുള്ള അളവിലേക്കായിട്ടാണ് ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ആദ്യം തന്നെ. അപ്പോൾ ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ മുഴുവനായിട്ട് ചേർക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം ചേർക്കാം. ഞാൻ ചൂടുവെള്ളം ചേർത്തിട്ടല്ല പിഴിഞ്ഞെടുക്കുന്നത്, പച്ചവെള്ളം ചേർത്തിട്ട് തന്നെയാണ്. പണ്ടൊക്കെ മിക്കവാറും ചൂടുവെള്ളം ചേർത്തിട്ടായിരുന്നു പിഴിഞ്ഞെടുത്തിരുന്നത്. അത് നമ്മൾ കൈ ഉപയോഗിച്ച് പിഴിഞ്ഞെടുക്കുമ്പോഴാണ് ചൂടുവെള്ളം ചേർത്തിട്ട് പിഴിഞ്ഞെടുക്കുക. ഇത് നമ്മൾ മിക്സിയിൽ പിഴിഞ്ഞെടുക്കുമ്പോൾ ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമില്ല, സാധാരണ നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ട് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സിയിൽ നമ്മുടെ തേങ്ങ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ളത്. ഒരുവിധം നന്നായിട്ട് തന്നെ തേങ്ങ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞെടുക്കാനായിട്ട് ഞാനൊരു വലിയ പാത്രത്തിൽ അരിപ്പ വെച്ചിട്ടുണ്ട്. ഈ അരിപ്പയിലേക്കാണ് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് കൈ ഉപയോഗിച്ച് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇത് കറികൾക്കാണെങ്കിലും പായസത്തിനാണെങ്കിലും എല്ലാത്തിനും നമ്മൾ ഈ ഒരേ രീതിയിൽ തന്നെയാണ് തേങ്ങ പിഴിഞ്ഞെടുക്കാറുള്ളത്. നന്നായിട്ട് തേങ്ങ അരഞ്ഞു വന്നാലേ നന്നായിട്ട് നമുക്ക് തേങ്ങാപ്പാൽ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ തോർത്തിലൊക്കെയാണ് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിരുന്നത്. ഇപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും പിഴിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു അരിപ്പ ഉണ്ടെങ്കിലും അതുപോലെ നല്ലൊരു മിക്സി ഉണ്ടെങ്കിലും സുഖമായിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. ഇതുപോലെ പിടിച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങാപ്പാൽ മുഴുവൻ ഇങ്ങ് പോരും. അപ്പോൾ നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്ന തേങ്ങാപ്പാൽ ഒന്നുകൂടി ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് കറക്റ്റായിട്ട് ആ തേങ്ങയൊക്കെ ഇല്ലാതിരിക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ അരിക്കുമ്പോൾ ഇടയ്ക്ക് കയ്യിൽ നിന്നൊക്കെ ചിലപ്പോൾ തേങ്ങാപ്പാലിലേക്ക് വീണിട്ടുണ്ടാവാം. അതൊന്നുകൂടി അരിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ഒട്ടും തേങ്ങയില്ലാതെ തന്നെ നമുക്ക് അരിച്ച് ഉപയോഗിച്ചെടുക്കാം. ഒട്ടും തേങ്ങയില്ലാതെ എടുത്ത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പാൽ റെഡിയായി. ഇത് ഞാനൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാൻ പോവാണ്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള പാല് പിഴിഞ്ഞെടുക്കാം. നമ്മളിപ്പോൾ നമ്മുടെ ഒന്നാം പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1/4 ഗ്ലാസ്സിന് മേലെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഒന്നാം പാൽ. നമ്മൾ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് തേങ്ങ പിഴിഞ്ഞെടുത്തപ്പോൾ 1/4 ഗ്ലാസ്സിന് മേലെ കിട്ടിയിട്ടുണ്ട് ഒന്നാം പാൽ. ഇനി നമുക്ക് വേണ്ടത് 2ാം പാലാണ്. 2ാം പാൽ എടുക്കാനായിട്ട് ഞാൻ ഈ തേങ്ങയിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 1.25 കപ്പോളം
രണ്ടാം പാൽ വേണം. അതിനാണ് 1 കപ്പ് വെള്ളം ചേർക്കുന്നത്. ഇതും നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. അപ്പോൾ ഇനി ഒരുപാട് അരയണ്ട, ചെറുതായിട്ടൊന്ന് അരയുക. ഒരു മിനിറ്റിൽ താഴെ അടിച്ചെടുത്താൽ മതി. ആദ്യത്തെ പാല് നമ്മൾ അടിച്ചെടുക്കുമ്പോൾ 1 മിനിറ്റോളം ഒന്ന് അടിച്ചെടുക്കുക. രണ്ടാം പാൽ എടുക്കുമ്പോൾ 1 മിനിറ്റിൽ താഴെ ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതും അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാം പാലും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് തുറക്കാം. ഇത് കണ്ടോ, ഇപ്പോൾ ആദ്യത്തെ പോലെയല്ല, മിക്സിയിൽ കുറച്ചുകൂടി നമ്മുടെ തേങ്ങ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും നമ്മുടെ അരിപ്പയിലേക്ക് മാറ്റാം. എപ്പോഴും പിഴിഞ്ഞെടുക്കാൻ ഒരു വലിയ പാത്രം തന്നെ എടുക്കുക, അതാണ് നമുക്ക് എളുപ്പം. ഇത് നമുക്ക് ആദ്യത്തെ പാല് പിഴിഞ്ഞതുപോലെ തന്നെ പിഴിഞ്ഞ് അരിച്ചെടുക്കണം. പിന്നെ മിക്സിയുടെ ജാർ എടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു മീഡിയം വലിപ്പമുള്ള ജാർ എടുക്കുക കേട്ടോ. തീരെ ചെറിയ ജാർ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാണ്. രണ്ടാം പാലും മൂന്നാം പാലും ഒക്കെ വരുമ്പോൾ കൂടുതൽ വെള്ളം ചേർത്ത് പിഴിയുമ്പോൾ പുറത്തേക്ക് തെറിച്ചു പോകും. ചെറിയ ജാറാണെങ്കിൽ, വലിയ ജാറാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. ഇതുപോലെ അവസാനം വരെ തേങ്ങ പിഴിഞ്ഞെടുക്കുക. ഇനി നമുക്ക് ഇതും ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ രണ്ടാം പാലും റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഒഴിക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് അരിച്ചിട്ടേ ഒഴിക്കുള്ളൂ. ഇപ്പോൾ രണ്ടാം പാലും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് മൂന്നാം പാലാണ്. മൂന്നാം പാലും എനിക്ക് വേണ്ടത് 1 കപ്പ് തന്നെയാണ്. അപ്പോൾ മൂന്നാം പാൽ എടുക്കാനായിട്ട് നമുക്ക് ഇത്രയും തേങ്ങയുള്ളൂ. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ചേർക്കാം. മൂന്നാം പാലെന്ന് പറയുമ്പോൾ ഒട്ടും തന്നെ കട്ടിയില്ലാതെ വെറുതെ വെള്ളം പോലെ ഇരിക്കുന്ന പാലാണ്. ഇത് നമുക്ക് വരട്ടിയെടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു പാലെടുക്കുന്നത്. അല്ലെങ്കിൽ കറിയിൽ ഒഴിക്കാനാണെങ്കിൽ നമ്മൾ രണ്ടാം പാൽ വരെ എടുക്കുള്ളൂ. നമുക്ക് കറികൾക്കൊക്കെ രണ്ടാം പാലിൻ്റെ ആവശ്യമുള്ളൂ. പായസത്തിന് മാത്രമേ മൂന്നാം പാലിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് വരട്ടിയെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ മാത്രം എടുക്കുന്ന പാലാണ്. അതുകൊണ്ട് ഇതിന് അധികം കട്ടി ആവശ്യമില്ല. നമ്മുടെ ഒന്നാം പാലിനും രണ്ടാം പാലിനാണ് കട്ടി വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഈ പാലും കൂടി ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ നമ്മുടെ മൂന്നാം പാലിനുള്ള തേങ്ങയും നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുക്കുമ്പോൾ 1 കപ്പ് തന്നെ മൂന്നാം പാൽ കിട്ടുള്ളൂ കേട്ടോ. അധികം മൂന്നാം പാൽ ഉണ്ടാവില്ല. രണ്ടാം പാലാണ് നമുക്ക് കൂടുതൽ കിട്ടുക. ഒന്നാം പാലും രണ്ടാം പാലും കൂടുതൽ കിട്ടും. വെള്ളത്തിനേക്കാൾ കൂടുതലായിട്ട്, നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിനേക്കാൾ ഒരു 1/4 കപ്പ് കൂടുതലായിട്ട് കിട്ടും. മൂന്നാം പാലാവുമ്പോൾ സെയിം അളവിൽ കിട്ടും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ പാലൊക്കെ പിഴിഞ്ഞെടുത്തല്ലോ, പിന്നീട് അധികം പാൽ കിട്ടാനുണ്ടാവില്ല തേങ്ങയിൽ നിന്ന്. അതുകൊണ്ടാണ് സെയിം അളവിൽ തന്നെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് 2 കപ്പ് മൂന്നാം പാൽ വേണമെന്നുണ്ടെങ്കിൽ 2 കപ്പ് വെള്ളം തന്നെ ചേർത്തിട്ട് അരച്ചെടുക്കുക. ഇത് ഞാനൊരു 1/2 മിനിറ്റോളം ഒന്ന് അടിച്ചെടുത്തിട്ടുള്ളൂ. ഇനി നിങ്ങളിൽ പലരും വേറെ രീതിയിലാണ് പാലെടുക്കുന്നതെങ്കിൽ അത് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ രീതി ഇങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നേ ഉള്ളൂ. ഓരോരുത്തരും ചിലപ്പോൾ ഓരോ രീതിയിലായിരിക്കും പാലെടുക്കുന്നത്. അതിൻ്റെ അളവുകളും ഒക്കെ ഒന്ന് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്കിത് പിഴിഞ്ഞെടുക്കാം. ഇത് കണ്ടോ, ഇപ്പോൾ വെറുതെ വെള്ളം പോലെയുള്ള പാലാണ് വരുന്നത്. പക്ഷെ നമ്മൾ ചില കാര്യങ്ങൾ മൂന്നാം പാലിൽ വേവിച്ചാലേ പെർഫെക്റ്റ് ആവുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ മൂന്നാം പാൽ എടുക്കുന്നത്. പരിപ്പ് പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ മൂന്നാം പാലിൽ പരിപ്പ് വേവിച്ചാലേ പെർഫെക്റ്റ് പായസം ആവുള്ളൂ. ഇനി നമുക്കിതിൽ നിന്ന് ഒന്നും പിഴിഞ്ഞെടുക്കാനില്ല. മാക്സിമം നമ്മൾ പിഴിഞ്ഞ് എടുത്ത് കഴിയാറായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എപ്പോഴും പാലെടുക്കുമ്പോൾ പച്ചത്തേങ്ങ വാങ്ങിച്ചിട്ട് പാലെടുക്കാൻ ശ്രദ്ധിക്കുക. ഉണങ്ങിയ തേങ്ങയാണെങ്കിൽ പാലിൻ്റെ അളവ് കുറവായിരിക്കും, പച്ചത്തേങ്ങയാണെങ്കിൽ പാലിൻ്റെ അളവ് കൂടുതലായിരിക്കും. പിന്നെ ഫ്രിഡ്ജിലിരിക്കുന്ന തേങ്ങയൊക്കെ ആണെങ്കിൽ റൂം ടെമ്പറേച്ചറിലാക്കിയിട്ട് വേണം നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാൻ. ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ പോലെ ഒരു ഇത് വരും, നമ്മുടെ കൈ മുഴുവനും എണ്ണമയം ആവും.
കറക്റ്റായിട്ട് ആ പാല് കിട്ടുകയുമില്ല. അതിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് തന്നെ പിഴിഞ്ഞെടുക്കണം. ഫ്രിഡ്ജിലിരിക്കുന്ന തേങ്ങ എടുത്തിട്ടാണ് നമ്മൾ പാല് പിഴിയുന്നതെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് തന്നെ പിഴിഞ്ഞെടുക്കുക. പച്ചവെള്ളം ഒഴിച്ച് പിഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആവില്ല. ഞാൻ ഈ പാലൊന്ന് അരിച്ച് വേറെ പാത്രത്തിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ 3 പാലും റെഡി ആയിക്കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മുടെ തേങ്ങാപ്പാൽ എടുക്കുന്ന പരിപാടി. വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തേങ്ങാപ്പാൽ എടുക്കുന്നത് ടഫായിട്ടുള്ളൊരു പ്രോഗ്രാം അല്ല, എളുപ്പമാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ 2ാം പാലും 1ാം പാലും എല്ലാം റെഡി ആയി കഴിഞ്ഞു. ഞാൻ ഇനി ഒന്ന് കൈ കഴുകിയിട്ട് വരട്ടെ. അങ്ങനെ നമ്മൾ നമ്മുടെ 3 പാലും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാൽ ഉപയോഗിച്ചിട്ട് ഞാനൊരു പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പലപ്പോഴും പലരും സംശയം ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് 1ാം പാല് തിളപ്പിക്കരുതെന്ന് പറയുന്നത്? 2ാം പാലും 3ാം പാലും തിളപ്പിച്ചാൽ കുഴപ്പമില്ല, 1ാം പാല് തിളപ്പിച്ചാൽ എന്താണ് പ്രശ്നം എന്നുള്ളതൊക്കെ. 1ാം പാല് തിളപ്പിക്കരുതെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഈ പാലെടുത്തത് വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ്. ഈ പാലിന് നല്ല കട്ടിയുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വെള്ളം കുറച്ച് ചേർത്ത് പാലെടുക്കുമ്പോൾ ആ തേങ്ങാപ്പാൽ പിരിയാൻ സാധ്യതയുണ്ട്. പിരിഞ്ഞ് വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് വരും തേങ്ങാപ്പാൽ പിരിഞ്ഞ് കഴിയുമ്പോൾ. അതുകൊണ്ടാണ് 1ാം പാല് തിളപ്പിക്കരുതെന്ന് പറയുന്നത്. 2ാം പാലിലും 3ാം പാലിലും നമ്മൾ കൂടുതൽ വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുക്കുന്നതുകൊണ്ട് ആ വെള്ളത്തിൻ്റെ അളവാണ് കൂടുതൽ, തേങ്ങയുടെ അളവ് കുറവാണ്. അതുകൊണ്ട് പാല് പിരിഞ്ഞു പോവില്ല. അതുകൊണ്ടാണ് നമ്മൾ 2ാം പാലും 3ാം പാലിലും കഷ്ണങ്ങൾ വേവിക്കുകയും അതുപോലെ പായസത്തിനുള്ള കാര്യങ്ങൾ വേവിക്കുകയും ഒക്കെ ചെയ്യുന്നതും. മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും നമ്മൾ 2ാം പാലും 3ാം പാലും ഒക്കെ ഒഴിച്ചിട്ട് മുട്ട കുക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും 2ാം പാലും 3ാം പാലും തിളയ്ക്കാം. 1ാം പാല് തിളയ്ക്കരുത്. തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ വേറെ രീതിയിലാണ് പാല് പിഴിഞ്ഞെടുക്കുന്നതെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഞാനൊരു അടപ്പായസമാണ് ഉണ്ടാക്കുന്നത്. സാധാരണ അടപ്രഥമനാണ് ഉണ്ടാക്കുന്നത്. വലിയ അട ഉപയോഗിച്ചിട്ടല്ല, ചെറിയ അട ഉപയോഗിച്ചിട്ടുള്ള ഒരു അടപ്രഥമൻ. അപ്പോൾ ഞാൻ ഈ പാലെടുത്തത് വേസ്റ്റ് ആവരുതല്ലോ, അതുകൊണ്ടാണ് ഞാൻ അടപ്രഥമൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അടപ്രഥമൻ കാണാൻ താല്പര്യമുള്ളവർക്ക് ബാക്കിയുള്ള പോർഷനും കൂടി കാണാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ അടപ്രഥമൻ ഉണ്ടാക്കാൻ നോക്കട്ടെ. അപ്പോൾ നമ്മൾ പായസം ഉണ്ടാക്കാനായിട്ട് ശർക്കരപ്പാനി ഒരു പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഈ പാനിൽ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അട ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. അട ഒന്ന് ഈ ശർക്കരപ്പാനിയിലിട്ട് വരട്ടിയെടുക്കണം. അട വേവിച്ചതിന് ശേഷം നന്നായിട്ട് 3-4 പ്രാവശ്യം കഴുകി എടുത്തതാണ് ഞാൻ. 1/4 കിലോ ശർക്കരയും എടുത്തിട്ടുണ്ട് 100 ഗ്രാം അടയ്ക്കായിട്ട്. അത് നിങ്ങളുടെ മധുരം അനുസരിച്ച് വ്യത്യാസം വരുത്താം കേട്ടോ, അടയുടെ അളവും ശർക്കരയുടെ അളവും ഒക്കെ. അപ്പോൾ ഇതൊന്ന് തിളച്ച് നന്നായിട്ട് കുറുകി വരട്ടെ. നമ്മുടെ ശർക്കര അടയിലേക്ക് നന്നായിട്ട് പിടിച്ചു വരട്ടെ. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഇതാ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി 3ാം പാല് ചേർക്കാം. 3ാം പാല് നമ്മൾ 2 പ്രാവശ്യം അരിച്ചു വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. 2ാം പാലാണ് നമ്മൾ അരിക്കാതെ വെച്ചിട്ടുള്ളത്. 1 പ്രാവശ്യമേ അരിച്ചിട്ടുള്ളൂ, 2 പ്രാവശ്യം അരിച്ചിട്ടില്ല. അപ്പോൾ 3ാം പാല് ചേർത്തിട്ട് വീണ്ടും ഈ 3ാം പാല് വറ്റി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നിങ്ങൾ നമ്മുടെ ചവ്വരി ചേർക്കുന്നുണ്ടെങ്കിൽ പകുതി വേവിച്ച് ചവ്വരി ചേർക്കുക കേട്ടോ. അപ്പോഴാണ് ഈ തേങ്ങാപ്പാലിൽ കിടന്ന് ബാക്കിയുള്ളത് വേവുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മധുരമുള്ള എന്ത് സാധനം, പഞ്ചസാര ആയാലും ശർക്കര ആയാലും ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചവ്വരി, അട ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേവില്ല. അപ്പോൾ അതുകൊണ്ട് ചവ്വരി ചേർക്കുന്നുണ്ടെങ്കിൽ പകുതി മുക്കാലായിട്ട് വെന്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ശർക്കരപ്പാനിയിലേക്ക് ചവ്വരിയും കൂടി ചേർക്കുക അടയുടെ കൂടെ തന്നെ. അത് കുക്കറിൽ വേവിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പാത്രത്തിൽ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ കുറച്ച് വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വെച്ചിട്ട് വേവിച്ചെടുക്കാം, അടയൊക്കെ വേവിക്കുന്ന പോലെ. അങ്ങനെ ചവരിയും കൂടി വേവിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ പായസത്തിന് ടേസ്റ്റ് കൂടുതലാണ്. ഞാനിപ്പോൾ ചവരിയൊന്നും ചേർക്കുന്നില്ല, ചവരി ചേർക്കുന്നുണ്ടെങ്കിലുള്ള കാര്യം പറഞ്ഞതാണ്. അപ്പോൾ ഈ പാലും ഒന്ന് വറ്റി വരട്ടെ. നമ്മുടെ 3ാം പാലിപ്പോൾ നന്നായിട്ട് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം കുറച്ചു. ഇനി നമ്മൾ 2ാം പാലൊന്ന് അരിച്ച് ചേർക്കുകയാണ്. 2ാം പാൽ ഒരുപാട് കുറുകി വരാനൊന്നുമില്ല, വേഗം തന്നെ ആവും. ഇതുണ്ടോ, 2ാം പാൽ അരിക്കുമ്പോഴാണ് നമ്മൾ ആ തേങ്ങ പിഴിഞ്ഞപ്പോഴുള്ള കുറച്ച് തേങ്ങയൊക്കെ ഉള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർക്കാനുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുക്കുപൊടി ചേർക്കണം. നമ്മൾ ചില പായസങ്ങളിൽ ചുക്കുപൊടി ചേർക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചുക്കുപൊടി ചേർക്കാൻ പോവുകയാണ്. ഒരു 1/2 ടീസ്പൂൺ ചുക്കുപൊടി. ചുക്കുപൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. നമ്മൾ പരിപ്പ് പായസത്തിലും
ചക്കപ്രഥമനിലും അതുപോലെ അടപ്രഥമനിലുമാണ് മെയിനായിട്ട് ചുക്കുപൊടി ചേർക്കാറുള്ളത്. പരിപ്പ് പായസം എന്ന് പറയുമ്പോൾ പരിപ്പ് പ്രഥമൻ, ശർക്കര ചേർത്തിട്ടുള്ള പായസങ്ങൾക്കാണ് നമ്മുടെ ഇവിടെ പ്രഥമൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഒന്നാം പാലും കൂടി ചേർക്കാം. ഇനി രണ്ടാം പാലിൽ കിടന്നിട്ട് ഒന്നും കുക്കായി വരാനൊന്നുമില്ല. ഇനി രണ്ടാം പാല് കുറുകി വരേണ്ട ആവശ്യമില്ല. രണ്ടാം പാല് ഒന്ന് തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നാം പാലും കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ രണ്ടാം പാല് തിളച്ച് തുടങ്ങി. ഇതൊന്ന് കുറുകി വരും കേട്ടോ. ഇനി നന്നായിട്ട് അടപ്രഥമൻ കുറുകി വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് അരിപ്പൊടി കുറുക്കി ചേർക്കാം. അരിപ്പൊടി തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്തിട്ട് ഈ തിളയ്ക്കുന്ന അടയിലേക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കുറുകി വരും. പക്ഷേ ഞാൻ അങ്ങനെ ചേർക്കാറില്ല ഒരിക്കലും. അങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പലരും നമ്മുടെ പാചകക്കാരുണ്ടല്ലോ, നമ്മൾ കല്യാണത്തിനൊക്കെ പാചകം ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അരിപ്പൊടി കുറുക്കി ചേർക്കുന്നത്. പക്ഷെ നമ്മൾ അധികം കുറുകാത്ത പായസമാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ രണ്ടാം പാല് ഇതാ തിളച്ച് കഴിഞ്ഞു. ഞാൻ ഫ്ലെയിം കുറച്ചു. ഇനി നമ്മൾ ഒന്നാം പാലൊന്ന് അരിച്ച് ചേർക്കാണ്. ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമ്മുടെ പാല് തിളയ്ക്കേണ്ട, അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ പായസം റെഡി ആയിക്കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഏലക്കപ്പൊടിയും അതുപോലെ തന്നെ നെയ്യും കാഷ്യൂനട്ടും എല്ലാം ചേർക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചേർക്കുന്നത് ഏലക്കപ്പൊടിയാണ്. അത് ലാസ്റ്റ് പായസം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഏലക്കപ്പൊടി ചേർക്കുക. ഞാനപ്പോൾ ഇതാ ഏലക്ക ചതച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഈ ഏലക്കപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് പതിവ് പോലെ തന്നെ നമ്മുടെ നെയ്യിൽ കാഷ്യൂനട്ടും റൈസിൻസും ഫ്രൈ ചെയ്ത് ചേർക്കാം. നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് താല്പര്യമുണ്ടെങ്കിൽ തേങ്ങാക്കൊത്തും കൂടി നെയ്യിൽ ഫ്രൈ ചെയ്ത് ചേർക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പായസം. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്താണെന്ന് വെച്ചാൽ പായസം റെഡി ആയി കഴിഞ്ഞു. തേങ്ങാപ്പാലെടുത്ത് പായസം ഉണ്ടാക്കുന്ന രീതി കാണിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.